മലയമ്മ, എന്തെങ്കിലും പുതിയ വിവരങ്ങൾ കൈമാറാനുണ്ടോ നമുക്ക്? ദീപക്, നമ്മുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഹിറ്റാച്ചിയുടെ ബൂം, ഒപ്പം തന്നെ ആ ബക്കറ്റ്, അതിൽ നിന്ന് എന്തോ ഒരു പാർട്ട് അതിലുള്ള ജീവനക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അവരതിപ്പോൾ ഡ്രഡ്ജറിലേക്ക് കേൾക്കാമോ? കേൾക്കാം, തുടർന്നോളൂ. അരുൺ, എന്തോ ഒരു പാർട്ട് കിട്ടിയിട്ടുണ്ട്. അത് ഡ്രഡ്ജറിലേക്ക് മാറ്റിയിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അവിടെ രണ്ടാമതും അതേ ബക്കറ്റ് ആ പ്രദേശത്ത് നിന്ന് മണ്ണ് കോരിയെടുക്കുമ്പോൾ വീണ്ടും സംശയമുണ്ട്. അതിൽ നിന്നും ചെറിയൊരു പാർട്ട് അദ്ദേഹം ഇപ്പോൾ കയ്യിലേക്ക് എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കൃത്യമായി കാണാൻ കഴിയുന്ന ഒരു ദൂരത്തിലല്ല. എങ്കിൽ പോലും ആദ്യഘട്ടത്തിൽ കിട്ടിയതൊരു വൈറ്റ് കളറിലുള്ള ഒരു ഭാഗമാണ്. അത് ലോഹഭാഗമാണോ എന്നുള്ളത് സംബന്ധിച്ച് വ്യക്തതയില്ല. അത് ഡ്രഡ്ജറിൻ്റെ ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിനുശേഷം വന്ന ബക്കറ്റിലും ചില സംശയങ്ങളുള്ളത് കൊണ്ടാണ് വളരെ സൂക്ഷ്മമായിട്ടാണ് ആ മണ്ണ് നീക്കം ഇപ്പോൾ സാധ്യമാക്കുന്നത്. അവിടെ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതനുസരിച്ചാണ് മണ്ണ് നീക്കം സാധ്യമാക്കുന്നത്. അദ്ദേഹം കയ്യിലേക്ക് ഒരു കറുപ്പ് നിറത്തിലുള്ള ഒരു ചെറിയ പാർട്ട് കൂടി ഇപ്പോൾ കയ്യിലെടുത്ത് നോക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ സംശയങ്ങൾ ഉണ്ട്. അവിടെ ആ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനകളാകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് നമ്മൾ അനുമാനിക്കുന്നത്. യെസ്, ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ വീണ്ടും മാറുന്നു. അങ്ങനെ ഈ പരിശോധനയുടെ ഒരു സ്വഭാവം നമുക്ക് ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമായിട്ടുണ്ടാകും. കൃത്യമായി അത് വളരെ സൂക്ഷ്മമായിട്ടാണ് ഓരോ മണ്ണ് നീക്കവും സാധ്യമാക്കുന്നത്. മണ്ണ് കോരിയെടുക്കുന്ന ഘട്ടം മുതൽ അത് പിന്നീട് വീണ്ടും ഈ നദിയിലേക്ക് തന്നെ നിക്ഷേപിക്കുന്ന ആ ഘട്ടം വരെ അതിനകത്ത് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ എന്നുള്ളതാണ്. ഇന്നലെ ഒരു അസ്ഥിയുടെ ഭാഗം കിട്ടിയെന്നൊക്കെ പറയുമ്പോൾ സമാനമായ രീതിയിൽ എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ആലോചന കൂടി ആയിരിക്കാം ഇങ്ങനെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നത് എന്നുള്ളതാണ്. ചെളിയുള്ള മണ്ണുണ്ട്, പക്ഷേ ചുവന്ന മണ്ണാണ് അതിനകത്ത് കൂടുതലും ഉള്ളത്. പ്രഷർക്ക് കാണാം. അത് പക്ഷേ മലയുടെ മുകളിൽ നിന്ന് ഇടിഞ്ഞു വീണ ആ പശ്ചിമഘട്ട മലനിരകളിലെല്ലാം ഈ അയണിൻ്റെ ഓറ് കൂടുതലുള്ള, ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ള മണ്ണാണ് കിട്ടുക, എക്കൽ മണ്ണാണ് കിട്ടുക. ആ മണ്ണ് തന്നെയാണ് ഇപ്പോൾ ഇറക്കി അവരെല്ലാവരും ഓരോ ബക്കറ്റ് എടുക്കുമ്പോഴും ആ ബക്കറ്റിലെ മണ്ണിൽ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നുകൂടി അവർ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. അത് ഇളക്കി മറ്റൊരു സ്ഥലത്തേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ആ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വലിയ പ്രതീക്ഷയോട് കൂടി ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിച്ചിരുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് കൂടി എത്താം. ഓരോ തവണയും ഗംഗാവലിപ്പുഴയുടെ അടിത്തട്ടിലേക്ക് പോയി ഭൂമിൻ്റെ വിരലുകൾ തൊട്ട് മുകളിലേക്ക് ഒരു കൈക്കുടന്ന നിറയെ മണ്ണുമായി വരുമ്പോൾ നമ്മുടെ ലോറിയുടെ ഒരു ഭാഗം അതിൽ കാണും എന്നൊരു പ്രതീക്ഷയോട് കൂടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് മടങ്ങാം. ദീപക് മലയമ്മയും AK അഭിലാഷും തത്സമയം കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടുണ്ട്. ഇതാ വീണ്ടും ഉയർന്നിരിക്കുന്നു. ആ ബക്കറ്റിൽ മണ്ണാണ് നിറയുള്ളത്. ആ മണ്ണിനകത്ത് മറ്റെന്തെങ്കിലും ഉണ്ടോ? ഇതിനകത്തുണ്ടാവാനുള്ള സാധ്യതയില്ല.